മോളിപ്പോ വരും. ഫ്രണ്ട്സ് എല്ലാരും കൂടെ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. സർ, ഒരു മിനിറ്റ്. ഹലോ. 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞുറപ്പിച്ച ആ ലോധി ഗ്രൂപ്പുമായിട്ടുള്ള ഡീല് അത് നടക്കുമെന്ന് തോന്നുന്നില്ല സർ. നടക്കില്ലെന്നോ? എടോ, 100 കോടിയുടെ പ്രോജക്റ്റ് അത്. എല്ലാ ടൈംസും ഒരു സമ്മതിച്ചാണല്ലോ. സർ, അവരുടെ ഓഫീസിൽ നിന്ന് ഇപ്പൊ ഫാക്സ് അയച്ചിരുന്നു. അവരാ പ്രോജക്റ്റ് വേറെ ആർക്കാ കൊടുക്കാൻ പോവാണ്. അവര് സിറ്റിയിലുണ്ട്. നവീൻ സാറിനൊന്ന് വിവരറിയിച്ച. ശരി, ഞാൻ നോക്കട്ടെ. സർ, പ്ലീസ് ഒരു മിനിറ്റ്. എന്താ? മാം, എനിക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. ഇവരെല്ലാവരും ഗാദയെ കണ്ട് സംസാരിക്കട്ടെ. ഞാൻ ഗാദയെ പിന്നെ വന്ന് കണ്ടോളാം. ഓക്കെ, താങ്ക് യു മാം. എക്സ്ക്യൂസ് മീ. എന്താ സർ? ഇത് ഗാദയ്ക്ക് കൊടുക്കണം. നവീൻ വർമ്മ തന്നതാണെന്ന് പറഞ്ഞാൽ മതി. ശരി സർ. മോളെ, ഇത് നവീന്റെ മുത്തശ്ശിയാണ്. ഇത് അച്ഛനും അമ്മയും. ഇത് നവീന്റെ അമ്മായി അമ്മാവനുമാണ്. അതവരുടെ മകളും. നവീനെയാണോ നോക്കുന്നത്? അവൻ പോയി. എന്താ അമ്മേ? പൊരുത്തം നോക്കാൻ ജാതകങ്ങൾ കയ്യിലെടുത്ത അതേ നിമിഷത്തിലാ പാമ്പിനെ കണ്ടൂന്നും പറഞ്ഞ് തുളസിയുടെ നിലവിളി. അത് ചെറിയ കാര്യമല്ല നന്ദ. തോട്ടത്തിലിടയ്ക്ക് പാമ്പ് വരാറില്ലാണല്ലോ. ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കാറുമില്ല. ഭഗവാനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സൂചനകൾ അവഗണിക്കുന്നത് അപകടമാ. ഗാതമോള് നല്ല കുട്ടിയാ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ വല്ലാത്തൊരു ഭയം. എല്ലാത്തിനും ദൈവികമായൊരു പരിഹാരം ഉണ്ടായിരിക്കുമല്ലോ അമ്മേ. നിശ്ചയം തറവാട്ടിൽ വെച്ച് നടത്തണം. അതിനു മുന്നോടിയായിട്ട് നാഗപൂജ നടത്തണം. ശാപമോക്ഷത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതിൽ നിന്നൊന്നും നവീൻ മാറി നിൽക്കാൻ പാടില്ല. അവനുണ്ടാവണം ഇവിടെ. മാണിക്കുഞ്ഞിനെ പറഞ്ഞേൽപ്പിക്കാം. മാണിക്കുഞ്ഞാകുമ്പോ ഒരു കാര്യം ഏറ്റെടുത്ത അതിങ്ങനെ നവീന്റെ ചെവിയിൽ പറഞ്ഞോണ്ടേയിരിക്കും. വ്യക്തമായിട്ട് സംസാരിക്കണം. പൂജയിൽ പങ്കെടുക്കാൻ അവന് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിന് നമ്മളും സമ്മതിക്കുന്നു തന്നെ പറയണം. അമ്മയുടെ വാക്കുകൾ മറികടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഉറപ്പാ. എല്ലാം ഒന്ന് ഭംഗിയായിട്ട് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. പഠിച്ചു. അതിനിപ്പോ എന്താ? സത്യം പറഞ്ഞ അങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശിവപുരം ഉണ്ടല്ലോ, അവിടെ ഒരു വലിയ കുടുംബം അവരുടെ നാഗത്തറയുടെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുക. കറങ്ങി തിരിഞ്ഞ് അതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലേക്ക് വന്നിരിക്കുക. അവർക്ക് നാഗക്കളം വരയ്ക്കാൻ ഒരാളെ വേണം. ഒരു 2 ദിവസം മെനക്കെടുണ്ടാവും, അത്രേ ഉള്ളൂ. പറയുന്ന കാശ് കിട്ടും. ഈ കല്യാണ നിശ്ചയം എന്ന് പറയുമ്പോ എല്ലാവരും പെട്ടെന്ന് വലിയ വലിയ ഹാളുകളെ കുറിച്ച് ചിന്തിക്കും. ഓ, അതിലൊരു പുതുമ എനിക്ക് തോന്നുന്നില്ലെന്നേ. നവീൻ സാറിന്റെ നിശ്ചയാവുമ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? നമുക്കേ കുറച്ച് ട്രഡീഷണൽ ആക്കിയാലോ? എന്നുവെച്ചാ? അതായത് അത് സാറിന്റെ തറവാട് ആലപ്പുഴയിലുള്ള
നിശ്ചയം നമുക്ക് അങ്ങോട്ടാക്കിയാലോ? അത് കൊള്ളാല്ലേ? പിന്നെ അതൊരു വെറൈറ്റി ആയിരിക്കും അല്ലേ? സംശയമുണ്ടോ? ഇത്രയും ദൂരെ പോയി ഒരു ചടങ്ങ് നടത്തുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ഓ ഇല്ലെന്നേ. ഇക്കാര്യം മുത്തശ്ശിയല്ലേ പറഞ്ഞത്? അതെ. പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോ കയ്യിന്ന് പോയതാ. താനൊരു ഭയങ്കര ഡിറ്റക്റ്റീവ് ആണെന്ന് കരുതിയ അവരതൊക്കെ തന്നെ ഏൽപ്പിക്കുന്നത്. പക്ഷെ താനോ മരമണ്ടന്. പൊളിഞ്ഞല്ലേ? ഇല്ല, നിശ്ചയം തറവാട്ടി വെച്ച് നടത്താന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പൊ സാറിന് സമ്മതാണോ? പിന്നെ അല്ലെങ്കിലും കുറച്ചു കാലമായി ഞാൻ ആ തറവാട്ട് വീട്ടിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്. താൻ പറഞ്ഞ ഈ പൈതൃകം ഉണ്ടല്ലോ, അതിനൊക്കെ മാർക്കറ്റ് വില എത്രയാണെന്ന് അറിയോ മാണിക്കുഞ്ഞെ? ആ തറവാടൊരു ബിസിനസ് സാധ്യതയെ. നിശ്ചയത്തിനിടയ്ക്ക് ബിസിനസ്സോ? ബിസിനസ് നല്ലതാണെങ്കിൽ നിശ്ചയത്തിന്റെ ദിവസമല്ല, ആദ്യ രാത്രി പോലും മാറ്റിവെച്ച് ആ ബിസിനസ്സിന് ഇറങ്ങണം. ദാറ്റ്സ് മൈ ലൈഫ്. അതെന്തെങ്കിലും ആവട്ടെ, മുത്തശ്ശി പറഞ്ഞേപ്പിച്ച കാര്യം നടന്നല്ലോ. നിശ്ചയം മാത്രമല്ല, അവിടെ നാഗത്തറയിൽ എന്തൊക്കെ പൂജകളും മുത്തശ്ശി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഞാനുണ്ടാവണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. ഉണ്ടാവോ? ചില നേരത്ത് കാരണന്മാർക്കൊന്ന് കീഴടങ്ങി കൊടുക്കുന്നത് നല്ലതാണോ മാണിക്കുഞ്ഞ്? കോടാനുകൂടി സ്വത്തുക്കളുടെ കുടുംബമോളെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കളം വരയ്ക്കുന്നതിലൊന്നും ഒരു പിഴവ് പോലും വരാൻ പാടില്ല. ഉഗ്രനാഗങ്ങളുള്ള കാവുന്തറയാ.